പച്ചപ്പും തണലും നിറഞ്ഞ ഒരു വലിയ കാടിനോട് ചേർന്നായിരുന്നു ശാന്തിപുരം എന്ന കൊച്ചു മലയോര ഗ്രാമം. പേര് ശാന്തിപുരം എന്നാണെങ്കിലും അവിടുത്തെ ശാന്തമായ ജീവിതം തകർക്കാൻ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ കുട്ടിക്കുരങ്ങൻ അപ്പുണ്ണി. അപ്പുണ്ണി, വെക്കണ അവിടെ. കണ്ടില്ലേ, ഇന്നും അവൻ എന്റെ പലഹാരക്കൂട്ടയിൽ കൈയിട്ട് വാരി. ഈ അപ്പുണ്ണിയെ കൊണ്ട് പോറുതി മുട്ടി. അയ്യോ, എന്റെ ചെരുപ്പ് അതും എടുത്തോണ്ട് പോയോ? എന്തിനാണോ ഇവനെ ചെരുപ്പൊക്കെ? മരക്കൊമ്പിലിരുന്ന് നാട്ടുകാരെ നോക്കി പല്ലിളിക്കുകയും കിട്ടിയ സാധനങ്ങളുമായി മരത്തിന്റെ മുകളിലിരുന്ന് അവരെ കളിയാക്കുകയും ചെയ്യുന്നത് അവനൊരു വിനോദമായിരുന്നു. നാട്ടിലുള്ള എല്ലാവർക്കും കുട്ടിക്കുരങ്ങൻ അപ്പുണ്ണിയെ വളരെ വെറുപ്പായിരുന്നു. ഒരു ദിവസം അർദ്ധരാത്രി ശാന്തിപുരത്തെ വലിയ വീട്ടിൽ മോഷണം നടത്തിയ ശേഷം വിക്രം എന്ന കുപ്രസിദ്ധ കള്ളൻ ഓടുകയായിരുന്നു. ഇന്നത്തെ മോഷണം എന്തായാലും കലക്കി. ഇനി കുറച്ചു കാലത്തേക്ക് മോഷ്ടിക്കേണ്ടി വരില്ല. വലിയ വിലമടിപ്പുള്ള മാണിക്യമാലയല്ലേ കിട്ടിയേക്കുന്നത്. സഞ്ചിയിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള മാണിക്യമാല വീണുപോയത് കള്ളൻ അറിഞ്ഞിരുന്നില്ല. ഇതൊന്നും അറിയാതെ രാവിലെ അതുവഴി വന്ന അപ്പുണ്ണി മരച്ചുവട്ടിൽ തിളങ്ങുന്ന മാണിക്യമാല കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ വിടർന്നു. ഹായ് മാല, മാലകൾ മാലകൾ നല്ല മാലകൾ. ഒരു കളിപ്പാട്ടം പോലെ അപ്പുണ്ണി ആ മാല കഴുത്തിലണിഞ്ഞു. മോഷ്ടിച്ച സാധനങ്ങളെല്ലാം തരം തിരിച്ചു വെക്കുകയായിരുന്നു കള്ളൻ വിക്രം. മാണിക്യമാലയുമായി ഞാൻ മണിമാടയിട്ടും ഞാൻ. ടങ് 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 ടങ്. എവിടെ? കാണാനില്ലല്ലോ. മാല എവിടെ? വിലപിടിപ്പുള്ള മാണിക്യമാല കാണാനില്ല. മാല അന്വേഷിച്ച് പുറത്തിറങ്ങിയ കള്ളൻ വിക്രമൻ അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. വില കൂടിയ മാണിക്യമാല ധരിച്ച് ഒരു വലിയ മരത്തിന്റെ മുകളിലിരുന്ന് കൊഞ്ഞനം കുത്തുന്ന കുട്ടിക്കുരങ്ങൻ അപ്പുണ്ണി. ആ മാല അവന്റെ കഴുത്തിലാണല്ലോ. എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണം. എടാ അപ്പുണ്ണി, നീ അത് ക്ഷീണിച്ചു പോയല്ലോടാ. ഇവനുള്ളവരൊന്നും നിനക്ക് തരുന്നില്ലേ? നീ ഇങ്ങ് ഇറങ്ങി വന്നേ. ദേ, ഈ മധുരമുള്ള പഴങ്ങളൊക്കെ കഴിച്ചേ. അത് വേണ്ടെങ്കിൽ കുറച്ചുകൂടി രുചികരമായ പലഹാരങ്ങളുണ്ട് എന്റെ കയ്യിൽ. സൂത്രശാലിയായ അപ്പുണ്ണി താഴെ ഇറങ്ങി വന്ന് പലഹാരങ്ങളും പഴങ്ങളും എടുത്ത് മരത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറി. തന്നെ പറ്റിച്ച് മരത്തിന്റെ മുകളിലേക്ക് കയറിയ കുരങ്ങനെ കണ്ട് വിക്രത്തിന് ദേഷ്യം വന്നു. എടാ കുട്ടിക്കോരങ്ങ, നിനക്ക് എന്തിനാടാ മാല? നീ അത് താഴ്വട്ടിട്ടില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിയും. നീ എന്റെ അടുത്ത് വേഷം കെട്ടല്ലേ. കുരങ്ങന്റെ കയ്യിൽപ്പെട്ട മാണിക്യമാല സ്വന്തമാക്കാൻ കള്ളൻ വിക്രം ഒരുപാട് ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അപ്പുണ്ണിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ മാലയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു ഉടമയുണ്ടെന്ന്. അപ്പുണ്ണി കുട്ടപ്പന്റെ അടുത്തേക്ക് പോയി. കൂട്ടപ്പ, എനിക്കൊരു സഹായം വേണം. അല്ല, ഇതാരാ? അപ്പുണ്ണിയോ? നിന്നെ ഞാൻ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നീ നാട്ടുകാരോടൊക്കെ ഭയങ്കര ശല്യമാണല്ലോ. നീ ഇപ്പം എന്തിനാ എന്റെ അടുത്തേക്ക് വന്നേ? അല്ല കൂട്ടപ്പ, ഇതാ ഈ സാധനം കണ്ടോ? ഇതെനിക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ്. ഇതൊരു കള്ളന്റെ കയ്യിലായിരുന്നു. ഇതിന്റെ യഥാർത്ഥ ഉടമ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. അത് കണ്ടെത്താൻ എനിക്ക് നിന്റെ സഹായം വേണം. ഈ മാലയുടെ കാര്യം പറഞ്ഞ് ആരെങ്കിലും നമ്മുടെ നാട്ടിൽ സങ്കടപ്പെടുന്നത് നീ കണ്ടിരുന്നോ? ആകാശത്തേക്ക് പറഞ്ഞ കാക്കക്കുട്ടപ്പൻ ഒന്ന് ആലോചിച്ചു നോക്കി. അതെ, സുമതി ടീച്ചർ. സുമതി ടീച്ചറുടെ വീട്ടിലെ സാധനങ്ങളിൽ വിലപിടിപ്പുള്ള മാലയും മോഷണം പോയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന ടീച്ചറെ ഞാൻ രാവിലെ കണ്ടതാണ്. ടീച്ചറോ? എങ്കിൽ നീ എന്റെ കൂടെ വാ കൂട്ടപ്പ.
നമുക്ക് വേഗം ടീച്ചറെ കാണണം. ടീച്ചറെ നമുക്ക് കാണാൻ പോകാം, അതിനൊരു പ്രശ്നവുമില്ല. പക്ഷേ നീ എൻ്റെ അടുത്തൊരു സത്യം ചെയ്യണം. ഇനി നീ ഈ നാട്ടുകാരെ ശല്യപ്പെടുത്തില്ലെന്ന്. എങ്കിലേ ഞാൻ നിന്നെ സഹായിക്കൂ. വാക്ക് തരുന്നു കുട്ടപ്പ. ഇനി ഞാൻ നല്ലവനായിരിക്കും. നാട്ടുകാരെ ആരെയും ഞാൻ ശല്യപ്പെടുത്തില്ല. അങ്ങനെ അപ്പുണ്ണിയും കാക്കക്കുട്ടപ്പനും ചേർന്ന് സുമതി ടീച്ചറെ കാണാൻ യാത്രയായി. സുമതി ടീച്ചറെ കണ്ട കാക്കക്കുട്ടപ്പൻ പറഞ്ഞു, ടീച്ചറെ, ഇതെന്റെ സുഹൃത്ത് അപ്പുണ്ണി. കള്ളനിൽ നിന്നും കളഞ്ഞു പോയ മാല കിട്ടിയത് ഇവനായിരുന്നു. ഈ മാല ടീച്ചർക്ക് തിരിച്ചേൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. സുമതി ടീച്ചർ സന്തോഷത്തോടെ ആ മാല വാങ്ങാനായി കൈനീട്ടി. അപ്പുണ്ണി മാല ടീച്ചറുടെ കയ്യിലേക്ക് വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ആ അലർച്ച കേട്ടത്. ഡാ, നിർത്തടാ. ആ മാല എന്റേതാണ്. വീടിന്റെ പരിസരത്ത് ഒളിച്ചിരുന്ന കള്ളൻ വിക്രം ദേഷ്യത്തോടെ അലറിക്കൊണ്ട് മാല തട്ടിയെടുക്കാനായി അവർക്കരികിലേക്ക് ഓടിയെടുത്തു. ഒട്ടും സമയം പാഴാക്കാതെ കാക്കക്കുട്ടപ്പൻ കള്ളന്റെ അടുത്തേക്ക് പറന്ന് 2 കണ്ണിലും ആഞ്ഞു കൊത്തി. അയ്യോ എന്റെ കണ്ണേ വേദനിക്കുന്നേ. അയ്യോ എന്റെ കണ്ണേ, എനിക്ക് കണ്ണ് കാണാൻ വയ്യേ. കള്ളൻ കണ്ണു പൊത്തി കരയുന്ന സമയം നോക്കി അപ്പുണ്ണി ഒരു കയറുമായി വന്ന് കള്ളന്റെ കൈയും കാലും കെട്ടി നിശ്ചലമാക്കി തൊട്ടടുത്തുള്ള മരത്തിൽ ചേർത്ത് കെട്ടി. ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. കൈയും കാലും കെട്ടി മരത്തിൽ കെട്ടിയിരിക്കുന്ന കള്ളനെ കണ്ട് നാട്ടുകാർ അത്ഭുതപ്പെട്ടു. എന്തായാലും കള്ളനെ പിടിക്കാൻ അവസാനം അപ്പുണ്ണി തന്നെ വേണ്ടി വന്നു. പോലീസുകാർ എത്ര ശ്രമിച്ചിട്ടും പിടിക്കാൻ പറ്റാത്ത ആ കള്ളനെ ഇതാ പിടിച്ച് മരത്തിൽ കെട്ടിയിരിക്കുന്നു. സുമതി ടീച്ചറും അവിടെ കൂടിയ നാട്ടുകാരും കാക്കക്കുട്ടനോടും കുരങ്ങനപ്പുണ്ണിയോടും നന്ദി പറഞ്ഞു. എന്റെ ദൈവമേ, എനിക്ക് വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മാലയും മറ്റ് സാധനങ്ങളും എല്ലാം തിരികെ കിട്ടിയത് ഈ അപ്പുണ്ണിമോൻ കാരണമാണ്. മോൻ നന്നായി വരും. നന്ദി പറഞ്ഞാൽ തീരില്ല. അന്നു മുതൽ മലയോര ഗ്രാമത്തിലെ താരങ്ങളായി മാറി കാക്കക്കുട്ടപ്പനും കുരങ്ങനപ്പുണ്ണിയും.